ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കല ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0484423652. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനം നിർത്തലാക്കുക, കുറഞ്ഞ കൂലി 700 രൂപയായി ഉയർത്തുക, പ്രവൃത്തി ദിനം കുറഞ്ഞത് 200 ദിനമായി ഉയർത്തുക, അയ്യങ്കാളി തൊഴിലുറപ്പ് വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ബുധനാഴ്ച NREG വർക്കേഴ്സ് യൂണിയൻ AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ ആശയപ്രകാരം ഒന്നാം UPA സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പടിപടിയായി ഞെക്കിക്കൊല്ലുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടിയ കൂലി വ്യവസ്ഥ നിലവിലുള്ള കേരളത്തിലാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കുറഞ്ഞ കൂലി നിജപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പണിയെടുക്കുന്നവരുടെ സമര കൂട്ടായ്മ ഉയർന്നു വരണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ 64 പേരടങ്ങുന്ന MP-മാർ ഒന്നാം UPA ഗവൺമെന്റിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിനും തൊഴിലാളി വർഗത്തിനും ഗ്രാമീണ തൊഴിലാളികൾക്കും മറ്റ് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും ആദിവാസികൾക്കും കർഷകർക്കും ഗുണകരമാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളാണ് ഈ രാജ്യത്ത് വേണ്ടത്, നിയമ നടപടികളാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്നാണ് ഒന്നാം UPA ഗവൺമെന്റിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ, പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ചർച്ച ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ വനാവകാശ നിയമവും വിവരാവകാശ നിയമവും പ്രാബല്യത്തിൽ വന്നത്. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രതിഷേധം മുനിസിപ്പാലിറ്റി ആസ്ഥാനങ്ങളിലേക്കായിരിക്കുമെന്നും ഉല്ലാസ് കണ്ണോളി കൂട്ടിച്ചേർത്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി, മണ്ഡലം പ്രസിഡന്റ് നിജ ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി, നേതാക്കളായ MR സോമനാരായണൻ, MA വേലായുധൻ, PV സുധീർ, ഷീല മോഹൻ, CV പൗലോസ്, രാധിക S തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രകടനത്തിന് PN ഹരിദാസൻ, CR രാജേഷ്, അശ്വിനി ബാബു, കാർത്തിയായനി ഗോവിന്ദൻ, ദേവകി ശങ്കരൻ, പാർവതി വേലായുധൻ, അംബിക KA, രമണി കുമാരൻ എന്നിവർ നേതൃത്വം നൽകി. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.